ഒറ്റതിരിഞ്ഞും പരസ്പരമുള്ളതായ ഈ ഇകഴ്ത്തലും അക്രമവും അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ഈ കാര്യം പറഞ്ഞതിന് ശേഷവും ഇത് തുടരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ജീവിതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ച നേതാക്കന്മാരെ പൊതുമധ്യത്തിൽ അപമാനിക്കാനും അധിക്ഷേപിക്കാനും നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ശൈലി അത് കോൺഗ്രസ് സംസ്കാരത്തിന് ഒരിക്കലും യോജിച്ചതല്ല. നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ കടുത്ത വേദനയും അമർഷവും എല്ലാ ഇടങ്ങളിലുമുണ്ട്. ബഹുമാന്യനായ ശ്രീ കെ സി വേണുഗോപാലും പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീശനും പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയും പ്രിയപ്പെട്ട ശ്രീ സണ്ണി ജോസഫുമൊക്കെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതരായിരിക്കുന്ന നേതാക്കന്മാരാണ്. അവരുടെ യോജിച്ചുള്ളതായിരിക്കുന്ന പ്രയാണം സാധ്യമാക്കാനുള്ള നടപടികളാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാ തലങ്ങളിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പദം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. പക്ഷേ സാമൂഹ്യ മാധ്യമത്തിലും പൊതുസമൂഹത്തിലും പരിധി വിട്ട് കോൺഗ്രസ് പ്രവർത്തകന്മാർക്കും ജനാധിപത്യ സമൂഹത്തിനും വേദനയുണ്ടാക്കുന്ന രീതിയിൽ പോകുന്നത് ഒരിക്കലും അനുചിതമല്ല. അത് കയറി വന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകന് ചെയ്യാൻ സാധിക്കാത്തതായ തലത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടക്കം ഫ്ലക്സ് മോശമായ രീതിയിൽ വികൃതമാക്കുന്ന പ്രവർത്തനമടക്കമുണ്ടായത് ഏറെ സങ്കടകരമാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഈ നേതാക്കന്മാരുടെ എല്ലാവരുടെയും വലിയ പങ്കാളിത്തവും വലിയ നേതൃത്വവും ഉണ്ടായിട്ടുണ്ട്. ഒറ്റതിരിഞ്ഞും പരസ്പരമുള്ളതായ ഈ ഇകഴ്ത്തലും അക്രമവും അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ഈ കാര്യം പറഞ്ഞതിന് ശേഷവും ഇത് തുടരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എല്ലാവരും പറഞ്ഞു, പാർട്ടി പറഞ്ഞു. തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകന്മാർ സംയമനത്തോടുകൂടി ഈ പ്രശ്നം അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ക്രമീകരണം ഹൈക്കമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം അക്രമത്തിൻ്റെ മാർഗത്തിലേക്കും ഇത്തരം അധിക്ഷേപിക്കുന്ന തലത്തിലേക്കുള്ള പ്രയാണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആ കാര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് സംസ്കാരത്തിന് വിയോജിച്ചതായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഗൗരവത്തോടു കൂടി വീക്ഷിക്കേണ്ടതുണ്ട്.